അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബയോളജിയിലെ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി അഥവാ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൻ്റെ ഭാഗം 2 നോക്കുന്നത്. ഇന്ന് നമ്മൾ ബാക്ടീരിയകളെ പറ്റിയാണ് പ്രധാനമായും നോക്കുന്നത്. ഏത് PSC പരീക്ഷ എടുത്താലും മിക്കപ്പോഴും ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ നമുക്ക് കാണാം. അപ്പം അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നു, പ്രോകാരിയോട്ടിക് കോശത്തിന് ഉദാഹരണം. എന്താണ് പ്രോകാരിയോട്ടിക് കോശം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട്. എന്താണ് പ്രോകാരിയോട്ടിക് കോശം? എന്താണ്? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെയാണ് പ്രോകാരിയോട്ടിക് കോശം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് എന്ത്? ബാക്ടീരിയ. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടിക് കോശമാണ്. ഓക്കെ, എന്താണ്? അപ്പോൾ പ്രോകാരിയോട്ടിക് കോശത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമാണ് ബാക്ടീരിയ. പിന്നെ നമ്മൾ പറയുന്നു ഫംഗസിൻ്റെ കോശഭിത്തി. ഓക്കെ, ഫംഗസിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഫംഗസിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രോകാരിയോട്ടിക് കോശത്തിന് ഉദാഹരണമാണ് ബാക്ടീരിയ. ഫംഗസിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. അതുപോലെ തന്നെ സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലുലോസ് കൊണ്ടാണ്. ഓക്കെ, സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്, സെല്ലുലോസ്. ഇനി പറയുന്നു ബാക്ടീരിയയുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബാക്ടീരിയയുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കൺ. ഓക്കെ, പെപ്റ്റിഡോഗ്ലൈക്കൺ. എന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കൺ കൊണ്ടാണ് ബാക്ടീരിയയുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്രോമസോമുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? DNA കൊണ്ടാണ്. ഓക്കെ, ക്രോമസോമുകൾ നിർമ്മിച്ചിരിക്കുന്നത് DNA കൊണ്ടാണ്. ഓക്കെ, DNA കൊണ്ടാണ് ക്രോമസോമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ നോക്കാം. നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്ടിക് കോശത്തിന് ഉദാഹരണമാണ് ബാക്ടീരിയ എന്നും. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഫംഗസിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. ഓക്കെ, കൈറ്റിൻ. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ബാക്ടീരിയയുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പെപ്റ്റിഡോഗ്ലൈക്കൺ കൊണ്ടാണ്. അതുപോലെ തന്നെ ക്രോമസോമുകൾ നിർമ്മിച്ചിരിക്കുന്നത് DNA കൊണ്ടാണ്. ഓക്കെ, DNA. ഇനി പറയുന്നത് ബാക്ടീരിയയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ. എന്താണ്? ബാക്ടീരിയയുടെ അധിക DNA അഥവാ എക്സ്ട്രാ DNA അറിയപ്പെടുന്നത് പ്ലാസ്മിഡ് എന്നാണ്. ഓക്കെ, പ്ലാസ്മിഡ്. ഓക്കെ, ബാക്ടീരിയയുടെ അധിക DNA അറിയപ്പെടുന്നത് എന്താണ്? പ്ലാസ്മിഡ് എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്ടീരിയയുടെ പ്രത്യുൽപാദന രീതിയാണ് എന്ത്? കോൺജുഗേഷൻ. ഓക്കെ, ബാക്ടീരിയയുടെ പ്രത്യുൽപാദന രീതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺജുഗേഷൻ ആണ്. അപ്പോൾ ബാക്ടീരിയയുടെ അധിക DNA അറിയപ്പെടുന്നത് പ്ലാസ്മിഡ് എന്നും ബാക്ടീരിയയുടെ പ്രത്യുൽപാദന രീതി അറിയപ്പെടുന്നത് കോൺജുഗേഷൻ ആണ്. ഈ പ്ലാസ്മിഡ് എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ പഠിക്കും. അതിൻ്റെ ധർമ്മം എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനി പറയുന്നു ബാക്ടീരിയകൾ 2 വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് യു ബാക്ടീരിയയും മറ്റൊന്ന് ആർക്കെ ബാക്ടീരിയയും. ഓക്കെ, യു ബാക്ടീരിയയും ആർക്കെ ബാക്ടീരിയയും. ഇങ്ങനെ 2 വിഭാഗങ്ങളായിട്ടാണ് ബാക്ടീരിയകൾ. ഏതൊക്കെയാണ്? യു ബാക്ടീരിയയും ആർക്കെ ബാക്ടീരിയ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ബാക്ടീരിയയുടെ അധിക DNA അറിയപ്പെടുന്നത് പ്ലാസ്മിഡ് എന്നാണ്. അതുപോലെ തന്നെ ബാക്ടീരിയയുടെ പ്രത്യുൽപാദന രീതിയാണ് കോൺജുഗേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു ബാക്ടീരിയ 2 വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? യു ബാക്ടീരിയയും ആർക്കെ ബാക്ടീരിയയും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താണ് യു ബാക്ടീരിയ? നമ്മൾ പറഞ്ഞല്ലോ ബാക്ടീരിയ 2 വിഭാഗങ്ങളുണ്ട്, യു ബാക്ടീരിയ, ആർക്കെ ബാക്ടീരിയ. അതിൽ യു ബാക്ടീരിയ എന്താണ്? സാധാരണയായി കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് എന്ത്? യു ബാക്ടീരിയ. എന്താണ്? സാധാരണയായി കാണപ്പെടുന്ന ബാക്ടീരിയകളെയാണ് യു ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. യു ബാക്ടീരിയകൾക്കുള്ള എക്സാമ്പിളാണ് മനുഷ്യൻ്റെ കുടലിൽ കാണപ്പെടുന്ന ഇക്കോളി ബാക്ടീരിയ. ഓക്കെ, മനുഷ്യൻ്റെ കുടലിൽ കാണപ്പെടുന്ന ഇക്കോളി ബാക്ടീരിയ ഒരു യു ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ, സാധാരണയായി കാണപ്പെടുന്ന ബാക്ടീരിയയ്ക്ക് ഉദാഹരണമാണ്. പിന്നെ ഏതാണ്? പാലിൽ ജീവിക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, ലാക്ടോബാസിലസ്. ഈ ലാക്ടോ ആയിട്ട് ബന്ധപ്പെട്ട മിക്കതും പാലും തൈരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക, ആ വാക്ക് മിക്കതും അതായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ പാലിൽ ജീവിക്കുന്ന ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസിലസ് ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ യു ബാക്ടീരിയകൾക്ക് ഉദാഹരണം എന്താണ്? യു ബാക്ടീരിയ സാധാരണയായി കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് യു ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ യു ബാക്ടീരിയകൾക്ക് ഉദാഹരണം എന്താണ്? മനുഷ്യൻ്റെ കുടലിൽ കാണപ്പെടുന്ന ഇക്കോളി ബാക്ടീരിയ ഒരു യു ബാക്ടീരിയയാണ്. അതുപോലെ തന്നെ പാലിൽ ജീവിക്കുന്ന ലാക്ടോബാസിലസ് ബാക്ടീരിയ അതും ഒരു യു ബാക്ടീരിയയാണ്. ഇനി നമ്മൾ ബാക്ടീരിയയുടെ 2ാമത്തെ വിഭാഗമായ ആർക്കെ ബാക്ടീരിയയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ആർക്കെ ബാക്ടീരിയ? എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയിലും ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയയാണ് ആർക്കെ ബാക്ടീരിയ. എന്താണ്? എല്ലാ തരത്തിലുമുള്ള കാലാവസ്ഥയിലും ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ ആർക്കെ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, എല്ലാ തരത്തിലുമുള്ള കാലാവസ്ഥയിലും ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളാണ് ആർക്കെ ബാക്ടീരിയ. ഈ ആർക്കെ ബാക്ടീരിയകളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് തെർമോഫൈലുകൾ, പിന്നെ ഹാലോഫൈലുകൾ, പിന്നെ മെത്തനോജനുകൾ. ഓക്കെ, ഏതൊക്കെയാണ്? തെർമോഫൈലുകൾ, ഹാലോഫൈലുകൾ,
പിന്നെ മെത്തനോജനുകൾ. ഓക്കെ, ഇനി എന്താണ് ഓരോന്നും നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ ആർക്കെ ബാക്ടീരിയ മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? തെർമോഫൈലുകൾ, ഹാലോഫൈലുകൾ, മെത്തനോജനുകൾ. അതിലെന്താണ് തെർമോഫൈലുകൾ? ആ പേരിൽ തന്നെ ഉണ്ട് തെർമോ. നമ്മൾ ചൂടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ തെർമോ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ തെർമോഫൈലുകൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെടുക്കുക എന്നുള്ളത് എന്താണ്? അത്യന്തം ചൂടുള്ള സാഹചര്യങ്ങളിലും അതിജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളെയാണ് തെർമോഫൈലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്യന്തം ചൂടുള്ള സാഹചര്യങ്ങളിലും അതിജീവിക്കാൻ കഴിക്കുന്ന ആർക്കെ ബാക്ടീരിയകളെയാണ് തെർമോഫൈലുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഹാലോഫൈൽസ് എന്താണ്? ഹാലോഫൈലുകൾ എന്ന് പറയുമ്പം അത്യന്തം ഉപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ബാക്ടീരിയ. ഓക്കെ, അത്യന്തം ഉപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആർക്കെ ബാക്ടീരിയകളെയാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ ഗാഢത കൂടി, ഉപ്പിൻ്റെ ഗാഢത കൂടിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ആർക്കെ ബാക്ടീരിയകളെയാണ് എന്ത് പറയുന്നത്? ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, തെർമോഫൈൽ എന്താണ്? അത്യന്തം ചൂടുള്ള സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ കഴിയുന്നത്. ഹാലോഫൈലുകൾ എന്ന് പറയുമ്പോൾ അത്യധികം ഉപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നതുമായിട്ടുള്ള ബാക്ടീരിയകൾ. പിന്നെ നമ്മൾ പറഞ്ഞു മെത്തനോജനുകൾ. ഓക്കെ, എന്താണ് മെത്തനോജനുകൾ? ചതുപ്പ് പ്രദേശങ്ങളിലും അതുപോലെ തന്നെ പശു, ആട് മുതലായ മൃഗങ്ങളുടെ ദഹന വ്യവസ്ഥയിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ്, അഥവാ ആർക്കെ ബാക്ടീരിയകളാണ് മെത്തനോജൻസ്. ഓക്കെ, അഥവാ മെത്തനോജനുകൾ. അപ്പോൾ മെത്തനോജനുകൾ എന്താണ്? ചതുപ്പ് പ്രദേശങ്ങളിലും പശു, ആട് മുതലായ മൃഗങ്ങളുടെ ദഹന വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആർക്കെ ബാക്ടീരിയകളെയാണ് മെത്തനോജനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ചതുപ്പ് പ്രദേശങ്ങളിലും അതുപോലെ തന്നെ പശു, ആട് മുതലായ മൃഗങ്ങളുടെ ദഹന വ്യവസ്ഥയിലും ജീവിക്കുന്ന ബാക്ടീരിയകളെയാണ് മെത്തനോജനുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കാം. നമ്മൾ പറഞ്ഞു ബാക്ടീരിയകൾ രണ്ട് വിഭാഗമുണ്ട്. ഏതൊക്കെയാണ്? യു ബാക്ടീരിയ, ആർക്കെ ബാക്ടീരിയ എന്ന് പറഞ്ഞു. അതിൽ യു ബാക്ടീരിയ എന്താണ്? സാധാരണയായി കാണപ്പെടുന്ന ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ് യു ബാക്ടീരിയ. അതിൻ്റെ ഉദാഹരണങ്ങളാണ് എന്തൊക്കെ? മനുഷ്യൻ്റെ കുടലിൽ കാണപ്പെടുന്ന ഇക്കോളി ബാക്ടീരിയ, അതുപോലെ തന്നെ പാലിൽ ജീവിക്കുന്ന ലാക്ടോബാസിലസ് ബാക്ടീരിയ. പിന്നെ നമ്മൾ പറഞ്ഞു ആർക്കെ ബാക്ടീരിയകളെ പറ്റി. എന്താണ്? എല്ലാ തരത്തിലുമുള്ള കാലാവസ്ഥയിലും ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളാണ് ആർക്കെ ബാക്ടീരിയ. ഈ ആർക്കെ ബാക്ടീരിയകളെ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ തെർമോഫൈലുകൾ, രണ്ടാമത്തെ ഹാലോഫൈലുകൾ, മൂന്നാമത്തെ മെത്തനോജനുകൾ. അതിൽ തെർമോഫൈൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. എന്താണ്? അത്യന്തം ചൂടുള്ള സാഹചര്യങ്ങളിലും അതിജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളാണ് തെർമോഫൈലുകൾ എന്ന് പറയുന്നത്. ഹാലോഫൈൽ എന്ന് പറയുമ്പോൾ അത്യധികം ഉപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ്. മെത്തനോജനുകൾ എന്ന് പറയുമ്പോൾ ചതുപ്പ് പ്രദേശങ്ങളിലും പശു, ആട് മുതലായ മൃഗങ്ങളുടെ ദഹന വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആർക്കെ ബാക്ടീരിയകളെയാണ് മെത്തനോജനുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ യു ബാക്ടീരിയകളുടെ ആകൃതികളെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, 4 ആകൃതികളുണ്ട്. ഓക്കെ, യു ബാക്ടീരിയകൾക്ക് 4 ആകൃതികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ യു ബാക്ടീരിയയുടെ ആകൃതികൾ. സാധാരണയായി യു ബാക്ടീരിയകൾ എത്ര ആകൃതിയിലാണ് കാണപ്പെടുന്നത്? 4 ആകൃതിയിൽ. ഓക്കെ, അപ്പോൾ ബാക്ടീരിയകൾ സാധാരണയായി 4 തരത്തിലുള്ള ആകൃതിയിൽ കാണപ്പെടുന്നു. അതിൽ ഒന്നാമത്തെയാണ് ബാസിലസ്. ഓക്കെ, ഒന്നാമത്തെയാണ് ബാസിലസ്. ആ ആകൃതി ഏതാണ്? ദണ്ഡാകൃതി, അഥവാ റോഡ് ഷേപ്ഡ്, അഥവാ നമ്മുടെ വടിയുടെയൊക്കെ ആകൃതി. ഓക്കെ, ബാസിലസ്. നമ്മൾ ആദ്യമേ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, പാലിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസിലസ് ബാക്ടീരിയ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ ബാക്ടീരിയ ബാസിലസ് ബാക്ടീരിയ അല്ലേ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്താണ്? ദണ്ഡാകൃതിയാണ്, അഥവാ ഒരു വടിയുടെ ഷേപ്പ്, അഥവാ ഒരു റോഡ് ഷേപ്പ്. ഓക്കെ, അതാണ് ദണ്ഡാകൃതി, അതാണ് ബാസിലസ് ബാക്ടീരിയയുടെ ഷേപ്പ്. ഇനി പറയുന്നത് കോക്കസ്. ഓക്കെ, കോക്കസ് ബാക്ടീരിയയുടെ ഷേപ്പ് എന്താണ് കോക്കസിൻ്റെ ഷേപ്പ്? സ്പെറിക്കൽ ഷേപ്പ്, അഥവാ വൃത്താകൃതി. ഓക്കെ, സ്പെറിക്കൽ ഷേപ്പാണ്, അഥവാ വൃത്താകൃതിയാണ് കോക്കസ് ബാക്ടീരിയകളുടെ ഷേപ്പ്. ഈ ബാക്ടീരിയകളൊക്കെ ഏത് ബാക്ടീരിയകളുടെ ഷേപ്പ് ഈ പറയുന്നത്? യു ബാക്ടീരിയ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ബാക്ടീരിയ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? യു ബാക്ടീരിയ, ആർക്കെ ബാക്ടീരിയ. അതിൽ യു ബാക്ടീരിയകൾ 4 ഷേപ്പുകളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു ഷേപ്പാണ്, രണ്ടാമത്തെ ഷേപ്പാണ് കോക്കസ് എന്നുള്ളത്. അതിൻ്റെ ആ ഷേപ്പ് എന്താണ്? വൃത്താകൃതിയാണ്, അഥവാ സ്പെറിക്കൽ ഷേപ്പാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് സ്പൈറലം ബാക്ടീരിയ. ഓക്കെ, സ്പൈറൽ ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? സ്പ്രിങ് പോലുള്ള ഷേപ്പ്. ഓക്കെ, സ്പ്രിങ് പോലുള്ള ഷേപ്പ്. ഓക്കെ, അഥവാ സ്പൈറൽ ഷേപ്ഡ്. ഓക്കെ, ഇതിനെയാണ് സ്പൈറലം ബാക്ടീരിയ എന്നറിയപ്പെടുന്നത്. ഈ ബാക്ടീരിയകൾക്ക് സ്പ്രിങ്ങിൻ്റെ പോലത്തെ ഒരു ഷേപ്പാണ്, അഥവാ സ്പൈറൽ ഷേപ്പാണ്. പിന്നെ വിബ്രിയോ ബാക്ടീരിയ. ഇതിന് കോമ ആകൃതി. നമ്മൾ എഴുതാൻ നേരത്ത് ഇങ്ങനെ കോമ ഇടത്തില്ലേ, അങ്ങനത്തെ ഒരു ഷേപ്പാണ് വിബ്രിയോ ബാക്ടീരിയകൾക്ക്. ഇതിന് കോമ ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ വിബ്രിയോ ബാക്ടീരിയ എന്താണ്? അതിന് കോമ ഷേപ്പാണുള്ളത്, അഥവാ കോമ ആകൃതി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ യു ബാക്ടീരിയ അതിൻ്റെ ആകൃതികളാണ് പറയുന്നത്. യു ബാക്ടീരിയകൾ സാധാരണയായി 4 തരത്തിലുള്ള ആകൃതിയിൽ കാണപ്പെടുന്നു. ഓക്കെ, ഏതൊക്കെയാണ്? ബാസിലസ് എന്ന് പറയുമ്പോൾ ദണ്ഡാകൃതി, അഥവാ റോഡ് ഷേപ്പ്, അഥവാ സ്റ്റിക്കിൻ്റെ ആകൃതി, അഥവാ ഒരു വടിയുടെ ആകൃതി എന്നൊക്കെ പറയുന്നതാണ് ബാസിലസ് ബാക്ടീരിയയുടെ ഷേപ്പ്. പിന്നെ കോക്കസ് ബാക്ടീരിയ, അതിൻ്റെ ഷേപ്പ് എന്താണ്? വൃത്താകൃതി, അഥവാ സ്പെറിക്കൽ ഷേപ്പ്. പിന്നെ സ്പൈറലം ബാക്ടീരിയ, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ്? സ്പ്രിങ്ങിൻ്റെ ഷേപ്പ്, അഥവാ സ്പൈറൽ ഷേപ്പ്. പിന്നെ വിബ്രിയോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ കോമാകൃതി. ഓക്കെ, കോമയുടെ ഷേപ്പിലുള്ള ബാക്ടീരിയയാണ് വിബ്രിയോ ബാക്ടീരിയ. ഇനി ഓരോ രോഗങ്ങൾക്കും കാരണമായ ബാക്ടീരിയകളെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ,
ക്ഷയരോഗം. ഓക്കെ, ക്ഷയരോഗം അഥവാ ട്യൂബർകുലോസിസ് അഥവാ TB എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ, ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ ആകൃതി ഏതാണ്? ദണ്ഡാകൃതിയാണ്, റോഡ് ഷേപ്ഡ്. അതേതാണ്? ബാസിലസ് ബാക്ടീരിയ ആണ്. ഇത്ര ഓർത്താൽ മതി. ക്ഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ചൊരുമാതിരി ആയിപ്പോകത്തില്ലേ, വടിയുടെ ഷേപ്പ് ആയിപ്പോകത്തില്ലേ. അപ്പോൾ വടിയുടെ ഷേപ്പാണല്ലോ എന്തിന്? ബാസിലസ് ബാക്ടീരിയക്ക് അഥവാ ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ ആകൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദണ്ഡാകൃതി അഥവാ വടിയുടെ ഷേപ്പ് അഥവാ റോഡ് ഷേപ്ഡ്. ഈ ബാക്ടീരിയയാണ് ബാസിലസ് ബാക്ടീരിയ. പിന്നെ നമ്മൾ പറഞ്ഞു കോക്കസ് ബാക്ടീരിയകൾ, അതിൻ്റെ ഷേപ്പ് സ്പെറിക്കൽ ഷേപ്പ് അഥവാ വൃത്താകൃതിയാന്ന് പറഞ്ഞു. ഈ കോക്കസ് ബാക്ടീരിയകളാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ കോക്കസ് ബാക്ടീരിയകൾ അതിൻ്റെ ഷേപ്പ് എന്താണ്? വൃത്താകൃതി അഥവാ സ്പെറിക്കൽ ഷേപ്പാണ്. ഓക്കെ, ഈ ബാക്ടീരിയകളാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ഓക്കെ, പിന്നെ സ്പൈറില്ലം ബാക്ടീരിയകൾ. ഓക്കെ, സ്പൈറില്ലം ബാക്ടീരിയകൾ അതിൻ്റെ ഷേപ്പ് എന്താണ്? സ്പ്രിങ്ങിൻ്റെ ഷേപ്പാണ് അഥവാ സ്പൈറൽ ഷേപ്പാണ്. ഈ ബാക്ടീരിയകളാണ് സെക്ഷൽ ഡിസീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൽ ഡിസീസസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈറില്ലം ബാക്ടീരിയകളാണ്. ഓക്കെ, സ്പൈറില്ലം ബാക്ടീരിയ. പിന്നെ വിബ്രിയോ കോളറ, നമ്മൾ പറഞ്ഞല്ലോ വിബ്രിയോ ബാക്ടീരിയ ഷേപ്പ് എന്താണ്? കോമാകൃതിയാണ്. നമ്മൾ പറഞ്ഞു കോമയുടെ ആകൃതിയെന്ന് പറഞ്ഞു. അപ്പോൾ വിബ്രിയോ കോളറ എന്ന് പറയുമ്പോൾ കോമ അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പം കോളറ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിബ്രിയോ കോളറയാണ്. ഓക്കെ, വിബ്രിയോ കോളറയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്ഷയരോഗം അഥവാ ട്യൂബർകുലോസിസിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ ആകൃതി ദണ്ഡാകൃതിയാണ് അഥവാ സ്റ്റിക്കിൻ്റെ ആകൃതിയാണ് അഥവാ റോഡ് ഷേപ്ഡ് ആണ്. ആ ബാക്ടീരിയയുടെ പേര് നമ്മൾ പറഞ്ഞു ബാസിലസ് ബാക്ടീരിയ. പിന്നെ കോക്കസ് ബാക്ടീരിയകൾ അഥവാ വൃത്താകൃതിയാണ് അഥവാ സ്പെറിക്കൽ ഷേപ്പാണ്. ഈ ബാക്ടീരിയയാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു സ്പൈറില്ലം ബാക്ടീരിയ, അതിൻ്റെ ഷേപ്പ് എന്താണ്? സ്പ്രിങ്ങിൻ്റെ ഷേപ്പാണ് അഥവാ സ്പെറിക്കൽ ഷേപ്പാണ്. ഈ ബാക്ടീരിയകളാണ് സെക്ഷൽ ഡിസീസസ് ഉണ്ടാക്കുന്നത്. പിന്നെ വിബ്രിയോ കോളറ. ഓക്കെ, ഈ ബാക്ടീരിയകളുടെ ഷേപ്പ് കോമ ആകൃതിയാണ്. ഓക്കെ, കോമ ഷേപ്ഡ് ആണ്. ഈ ബാക്ടീരിയകളാണ് കോളറ രോഗത്തിന് കാരണമാകുന്നത്. ഇനി നമ്മൾ പറയുന്നത് ബാക്ടീരിയയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത് തന്നെ പറയുന്നു എന്താണ്? പ്രതിരോധ ശേഷി അഥവാ റെസിസ്റ്റൻസ് നൽകുന്നത്. എന്തിന്? ബാക്ടീരിയക്ക് പ്രതിരോധ ശേഷി അഥവാ റെസിസ്റ്റൻസ് നൽകുന്നതാണ് പ്ലാസ്മിഡ്. ഓക്കെ, നമ്മൾ പ്ലാസ്മിഡിനെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? ബാക്ടീരിയയുടെ എക്സ്ട്രാ DNA അഥവാ അധിക DNA ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, ഈ എക്സ്ട്രാ DNA ആണ് എന്ത്? ബാക്ടീരിയകൾക്ക് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധ ശേഷി നൽകുന്നത്. ഈ പ്ലാസ്മിഡുകളാണ് ബാക്ടീരിയകളെ ആൻറ്റിബയോട്ടിക്കുകളിൽ നിന്ന് രക്ഷിക്കുന്നത്. ഓക്കെ, ആൻറ്റിബയോട്ടിക്കിന് എതിരായിട്ട് അതിന് റെസിസ്റ്റൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ പ്ലാസ്മിഡുകളാണ്. ഇത് ബാക്ടീരിയയുടെ എക്സ്ട്രാ DNA ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പം പ്രതിരോധ ശേഷി അഥവാ റെസിസ്റ്റൻസ് ബാക്ടീരിയക്ക് നൽകുന്നത് പ്ലാസ്മിഡാണ്. പ്ലാസ്മിഡ് എന്നുള്ളത് ബാക്ടീരിയയുടെ എക്സ്ട്രാ DNA ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെനിസിലിൻ ആണ്. ഓക്കെ, പെനിസിലിൻ ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആണ് പെനിസിലിൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രതിരോധ ശേഷി അഥവാ റെസിസ്റ്റൻസ് നൽകുന്നത് പ്ലാസ്മിഡ് ആണ്. എന്തിന്? ബാക്ടീരിയക്ക്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണ്? പെനിസിലിൻ ആണ്. പെനിസിലിൻ. ഇനി പറയുന്നു ബാക്ടീരിയയും ആൻറ്റിബയോട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. നമ്മൾ പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആണ് പെനിസിലിൻ എന്നുള്ളത്. ഈ പെനിസിലിൻ കണ്ടുപിടിച്ച ആരാണ്? നമുക്കൊക്കെ അറിയാവുന്നൊരു പേരാണ്. ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓക്കെ, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെനിസിലിൻ കണ്ടുപിടിച്ചത്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആയ പെനിസിലിൻ കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഇതിൻ്റെ കണ്ടെത്തലിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. ഓക്കെ, എന്തിൻ്റെ? പെനിസിലിൻ കണ്ടുപിടിച്ചെന്ന് അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് എന്ത് കിട്ടി? നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പെനിസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അതിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. ഇനി റൈസോബിയം ബാക്ടീരിയ. ഓക്കെ, റൈസോബിയം ബാക്ടീരിയ. ഈ റൈസോബിയം ബാക്ടീരിയ ആണ് അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ റൈസോബിയം ബാക്ടീരിയ എന്താണ് ചെയ്യുന്നത്? റൈസോബിയം ബാക്ടീരിയ ആണ് അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത് കൊണ്ട് തന്നെ മണ്ണിലെ വിഘാടകർ. ഓക്കെ, മണ്ണിലെ വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ് എന്നറിയപ്പെടുന്നത് റൈസോബിയം ബാക്ടീരിയ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത് കൊണ്ടാണ് മണ്ണിലെ വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ് എന്ന് റൈസോബിയം ബാക്ടീരിയകൾ അറിയപ്പെടുന്നത്. പിന്നെ ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രധാന ഉറവിടം അഥവാ ആൻറ്റിബയോട്ടിക്കുകൾ എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗസിൽ നിന്നാണ്. പ്രധാനമായിട്ടും ഫംഗസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രധാന ഉറവിടം കൂടുതലായും എടുക്കുന്നത് എവിടെ നിന്നാണ്? ഫംഗസിൽ നിന്നാണ് ആൻറ്റിബയോട്ടിക്കുകൾ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കാണ് പെനിസിലിൻ. ഇതിൻ്റെ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു.
റൈസോബിയം ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ മണ്ണിലെ വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ് എന്നറിയപ്പെടുന്നത് റൈസോബിയം ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രധാന ഉറവിടം. ഓക്കെ, എവിടെ നിന്നാണ് ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഫംഗസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം ഒന്നും കൂടെ ആദ്യം തൊട്ട് അവസാനം വരെ നോക്കുന്നതായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് പഠിച്ചത് എത്രത്തോളം നിങ്ങളുടെ തലയിലുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് തനിയെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഞാനൊന്ന് വേഗത്തിൽ വായിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്ടിക് കോശത്തിന് ഉദാഹരണം ഏതാണ്? ബാക്ടീരിയ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഫംഗസിൻ്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൈറ്റിൻ. ഓക്കെ, സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്. ബാക്ടീരിയയുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പെപ്റ്റിഡോ ഗ്ലൈക്കൻ കൊണ്ടാണ്. അതുപോലെ തന്നെ ക്രോമസോമുകൾ നിർമ്മിച്ചിരിക്കുന്നത് DNA കൊണ്ടാണ്. പിന്നെ നമ്മൾ ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ്? ബാക്ടീരിയയുടെ അധിക DNA ആണ് പ്ലാസ്മിഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ പ്ലാസ്മിഡാണ് ബാക്ടീരിയക്ക് പ്രതിരോധ ശേഷി കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായിട്ട് ഈ പ്ലാസ്മിഡാണ് നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ബാക്ടീരിയയുടെ പ്രത്യുൽപാദന രീതി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? കോൺജുഗേഷൻ എന്ന പേരിലാണ് ബാക്ടീരിയയുടെ പ്രത്യുൽപാദന രീതി അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞെന്താ, ബാക്ടീരിയ 2 വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? യു ബാക്ടീരിയ എന്നും RK ബാക്ടീരിയ എന്നും പറഞ്ഞു. ഈ യു ബാക്ടീരിയ എന്താണ്? സാധാരണയായി കാണപ്പെടുന്ന ബാക്ടീരിയയാണ് യു ബാക്ടീരിയ. ഇതിന് ഉദാഹരണമാണ് മനുഷ്യൻ്റെ കുടലിലെ ബാക്ടീരിയ ആയിട്ടുള്ള ഇക്കോളി ബാക്ടീരിയയും അതുപോലെ തന്നെ പാലിൽ ജീവിക്കുന്ന ലാക്ടോബാസിലസ് ബാക്ടീരിയയും. ഓക്കെ, ലാക്ടോബാസിലസ്. ഓക്കെ, ആ പേരില്ല ബാസിലസ്. അപ്പോൾ എന്ത് ഷേപ്പാണ്? ദണ്ഡാകൃതിയാണ്. ഓക്കെ, പിന്നെ RK ബാക്ടീരിയ അതിനെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് RK ബാക്ടീരിയ? എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയിലും ജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളാണ് RK ബാക്ടീരിയ. ഈ RK ബാക്ടീരിയയുടെ 3 വിഭാഗങ്ങൾ. ഓക്കെ, ഈ RK ബാക്ടീരിയകളെ 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? തെർമോഫൈലുകൾ എന്ന ബാക്ടീരിയ ഉണ്ട്. അതെന്താണ് സംഭവം? അത്യന്തം ചൂടുള്ള സാഹചര്യങ്ങളിലും അതിജീവിക്കാൻ കഴിയുന്ന ബാക്ടീരിയകളാണ് തെർമോഫൈലുകൾ. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഹാലോഫൈലുകൾ. അതെന്താണ് ഹാലോഫൈലുകൾ? അത്യധികം ഉപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന RK ബാക്ടീരിയകളാണ് ഹാലോഫൈലുകൾ എന്ന് പറഞ്ഞത്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ RK ബാക്ടീരിയകളാണ് ഏത്? മെത്തനോജനുകൾ. എന്താണ് സംഭവം? ചതുപ്പ് പ്രദേശങ്ങളിലും പശു, ആട് മുതലായ മൃഗങ്ങളുടെ ദഹന വ്യവസ്ഥയിലും ജീവിക്കുന്ന RK ബാക്ടീരിയകളാണ് മെത്തനോജനുകൾ. പിന്നെ നമ്മൾ യു ബാക്ടീരിയയുടെ ആകൃതികളെ പറ്റിയാണ് പറഞ്ഞത്. സാധാരണയായിട്ട് 4 തരത്തിലുള്ള ആകൃതിയാണുള്ളത്. അതിലൊന്നാമത്തേതാണ് ബാസിലസ് ബാക്ടീരിയയാണ്. ബാസിലസ് ബാക്ടീരിയയുടെ ആകൃതിയാണ് ദണ്ഡാകൃതി അഥവാ വടിയുടെ ഷേപ്പ് അഥവാ റോഡ് ഷേപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ കോക്കസ് ബാക്ടീരിയ, അതിൻ്റെ ഷേപ്പ് എന്താണ്? സ്പെറിക്കൽ ഷേപ്പ് അഥവാ വൃത്താകൃതി. പിന്നെ നമ്മൾ പറഞ്ഞു സ്പൈറിലം ബാക്ടീരിയ, അതിൻ്റെ ഷേപ്പ് എന്താണ്? സ്പ്രിങ്ങിൻ്റെ ഷേപ്പ് അഥവാ സ്പൈറൽ ഷേപ്പ്. പിന്നെ വിബ്രിയോ ബാക്ടീരിയ, അതിൻ്റെ ഷേപ്പ് എന്താണ്? കോമാകൃതിയാണ്. ഓക്കെ, പിന്നെ ബാക്ടീരിയ രോഗങ്ങൾ. ഓക്കെ, ഓരോ ബാക്ടീരിയയും പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ക്ഷയരോഗത്തിന്, ട്യൂബർകുലോസിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ ആകൃതി ഏതാണ്? ദണ്ഡാകൃതിയാണ്. ഓക്കെ, അതാണ് ബാസിലസ് ബാക്ടീരിയ. അതിന് എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞു. ട്യൂബർകുലോസിസ് അഥവാ ടി ബി പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഒരുമാതിരി ക്ഷീണിച്ചു പോകത്തില്ലേ, വടി പോലെ ആകത്തില്ലേ, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ദണ്ഡാകൃതി. പിന്നെ കോക്കസ് ബാക്ടീരിയകൾ. ഈ കോക്കസ് ബാക്ടീരിയയുടെ ഷേപ്പാണ് സ്പെറിക്കൽ ഷേപ്പ്. ഈ ബാക്ടീരിയകളാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നത്. പിന്നെ സ്പൈറിലം ബാക്ടീരിയ, അതിൻ്റെ ഷേപ്പ് സ്പ്രിങ്ങിൻ്റെ ഷേപ്പാണ്. ഇതാണ് സെക്ഷുവൽ ഡിസീസ് ഉണ്ടാക്കുന്നത്. പിന്നെ വിബ്രിയോ കോളറ, അതിൻ്റെ ഷേപ്പ് കോമാകൃതിയാണ്. ഈ വിബ്രിയോ കോളറയാണ് കോളറ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. പിന്നെ ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ്? നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. എന്താണ്? ബാക്ടീരിയക്ക് പ്രതിരോധ ശേഷി അഥവാ റെസിസ്റ്റൻസ് നൽകുന്നത് എന്താണ്? പ്ലാസ്മിഡാണ് ബാക്ടീരിയയുടെ എക്സ്ട്രാ DNA അഥവാ അധിക DNA. പിന്നെ ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണെന്ന് നമ്മൾ പറഞ്ഞത്? പെനിസിലിനാണ്. ഓക്കെ, പെനിസിലിൻ. അതുപോലെ തന്നെ ബാക്ടീരിയ ആൻഡ് ആൻറ്റിബയോട്ടിക്, ബാക്ടീരിയയുടെയും ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? പെൻസിലിൻ കണ്ടുപിടിച്ച ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. അതുപോലെ തന്നെ റൈസോബിയം ബാക്ടീരിയ എന്താണ് ചെയ്യുന്നത്? അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നതാണ് റൈസോബിയം ബാക്ടീരിയ. അതുകൊണ്ട് തന്നെ മണ്ണിലെ വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് റൈസോബിയം ബാക്ടീരിയയാണ്. പിന്നെ അവസാനം നമ്മൾ പറഞ്ഞത് എന്താണ്? ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രധാന ഉറവിടം അഥവാ എവിടെ നിന്നാണ് കൂടുതലായിട്ടും ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? ഫംഗസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ PSC സുഹൃത്തുക്കൾക്കും ഇത് അയച്ചു കൊടുക്കുക, അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.